കോൺഗ്രസ് പാർട്ടിയിലെ ചില വിമത നീക്കങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ്. അത് പലരും സീറ്റിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സീറ്റ് മോഹിച്ചാണ് പലരും നിന്നത്. പലർക്കും സീറ്റ് കിട്ടാത്തതിന്റെ വിഷമത്തിൽ പുറത്തു വന്നു എന്നൊക്കെ പറയുമ്പോഴും സീറ്റ് മോഹിച്ചല്ല നസൂർ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താവുന്ന ഒരു സാഹചര്യം. പുറത്താക്കിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടിയുമായി സഹകരിക്കേണ്ടെന്നാണ് തീരുമാനിച്ചത്. എന്തായിരുന്നു അടിസ്ഥാനമായി പാർട്ടിയുമായിട്ടുള്ള വിയോജിപ്പ്? ഞാൻ വർഷങ്ങളായിട്ട് പാർട്ടിയുടെ സജീവമായ നേതൃനിരയിൽ നിന്ന് ഒരാളാണ്. ഒന്നും മോഹിച്ചിട്ടല്ല ഈ പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നത്. പ്രസ്ഥാനം പറയുന്ന എന്ത് കാര്യമുണ്ടോ അത് വളരെ രഹസ്യമായി തന്നെ ചെയ്യാനും പരസ്യമായി ചെയ്യാനും പല ഘട്ടങ്ങളിലും മുതിർന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കഴിഞ്ഞ തവണയും അതിനു മുമ്പ് നമ്മുടെ സ്ഥാനത്തിന്റെ ഒരു പൊസിഷൻ അനുസരിച്ച് നമ്മളെ പരിഗണിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ക്ലെയിം ചെയ്ത് വന്നപ്പോൾ അവസാനം വരെ പരിഗണനയിൽ നിന്നുവെങ്കിലും ഏറ്റവും അവസാനം പരിഗണിക്കപ്പെടാതിരുന്നതിന്റെ വിഷയം ഒരുപക്ഷെ സീറ്റില്ല പ്രവർത്തനത്തിന് ഇറങ്ങാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കതൊരു വിഷയമേ അല്ല. ഇന്ന് ഞാൻ പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കാവുള്ളതാണ്. പക്ഷേ അതിന് പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് ഞാനൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആണ്, അതൊരിക്കലും പുറത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. പക്ഷേ അത് അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഹിന്ദു വോട്ടും മുസ്ലിം വോട്ടും വിഘടിച്ചു പോകും. ഒരിക്കലും അത് രണ്ടും ഒരുമിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കിട്ടില്ല എന്നൊരു കാൽക്കുലേഷൻ അവർക്കുണ്ട്. ആർക്കുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത് കുറെ സർവേയും കാര്യങ്ങളും ഒക്കെ ആണല്ലോ, എനിക്ക് അതിന്റെ പശ്ചാത്തലം അറിയില്ല. അവർക്കുണ്ട്. അത് കാരണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു മുതിർന്ന നേതാവെന്ന് കിട്ടിയ മറുപടി. പക്ഷേ മിശ്ര വിവാഹത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. എല്ലാ കാലത്തും മതേതര മുഖമുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്ന അതാണ്. പിന്നെ വയലാർ രവി, മേഴ്സി രവി, ഉമാ തോമസ്, പിന്നെ പി ടി തോമസ്, ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് എനിക്കുണ്ടാകുന്നത് എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന വിഷയം. അപ്പൊ ഞാൻ ആലോചിച്ചത് നമ്മുടെ പാർട്ടിയിലെ സെക്കുലറിസം എന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറയുന്നത്, അത് ആശയം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇല്ലെങ്കിൽ ആ ആശയം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഘമായി ഈ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വം മാറി. ആ ആശയം ഒരിക്കലും ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് കഴിയില്ല എന്നുള്ളതിന്റെ തെളിവായി ഇത് മാറി. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇനി വിശ്വസിച്ച് മുന്നോട്ട് നിന്ന് പോകാൻ കഴിയുക? ഒരു ചങ്ക് പറയ്ക്കുന്ന വേദനയോട് കൂടിയല്ലേ തീരുമാനമെടുത്ത്? ഉറപ്പായിട്ട് ഞാൻ അവിടെ നിന്ന് പിറ്റേന്ന് ഞാൻ തീരുമാനിച്ച് പിറ്റേന്ന് ഇറങ്ങേണ്ടി വരും എന്ന് ഞാൻ തീരുമാനിക്കുന്നതിന്റെ അന്ന് രാത്രി വരെ KPCC ആസ്ഥാനത്തും DCCയിലും ഞാൻ പോയിരുന്നു. കാര്യം 26 വർഷം എന്റെ വീടും എന്റെ എല്ലാം KPCC ഓഫീസും DCCയും നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകരുമായിരുന്നു. ജനങ്ങളെക്കാൾ ഉപരി ചിലപ്പോൾ ഞാൻ എന്റെ കോൺഗ്രസ് പ്രവർത്തകർ, എന്നോടൊപ്പം നിന്ന സഹപ്രവർത്തകർ, അവരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ കുടുംബവുമായി അകന്ന് നിൽക്കുമ്പോഴും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഒരു ഇത്തരത്തിലുള്ള ഒരു മാരേജ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അകന്ന് നിൽക്കുമ്പോഴും എന്റെ കുടുംബം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയായിരുന്നു. ഈ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. 10 വർഷമായ ഒരു സർക്കാരിനെതിരെ പൊതുവെ അങ്ങനെ മുരടിപ്പ് സ്വാഭാവികവുമാണ്. അപ്പോ താങ്കളുടെ പ്രതീക്ഷയിൽ ആശയം പലതും നഷ്ടപ്പെട്ടു പോകുന്ന കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഞാനതിൽ പറഞ്ഞ 2 വിഷയമാണ് കോൺഗ്രസിന് കൈമുതലായിട്ടുള്ളൂ. ഒന്ന് എന്ന് പറയുന്നത് അതിന്റെ ആശയമാണ്. ആശയം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത് പബ്ലിക്കിന് തന്നെ ചിലപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. രണ്ടാമതെന്ന് പറയുന്ന ഐക്യമാണ്, യൂണിറ്റി. പക്ഷേ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐക്യവും നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ജനം സ്വാഭാവികമായിട്ട് ചിന്തിക്കില്ലേ, ഞാനൊരു കോമൺ മാനായിട്ട് ഞാൻ നിന്ന് ആലോചിക്കുമ്പോൾ ഈ പാർട്ടി നേതാക്കൾ തമ്മിലടിക്കുന്നു. ഒരു സമയം ഗ്രൂപ്പിന്റെ പേരിലായിരുന്നു തമ്മിലടി. ആ ഗ്രൂപ്പിന്റെ പേരിലുള്ള തമ്മിലടി എന്ന് പറയുമ്പോൾ ആളെ കൂട്ടിയുള്ള വലിയ വലിയ സമ്മേളനങ്ങളും ബഹളങ്ങളുമായിരുന്നു. പക്ഷെ ഈ തമ്മിലടി സ്വാഭാവികമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ജയിച്ചാലും പരാജയപ്പെട്ടാലും 2 ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് പൊട്ടിത്തെറിയുണ്ടാകും. ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആ സമയം മുതൽ വലിയ വലിയ പൊട്ടിത്തെറികൾ മറ്റു വകുപ്പുകൾക്കും, അത് ലീഗിന്റെ നിയന്ത്രണത്തിൽ പോലും പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ഇവർക്ക്. അത് കഴിഞ്ഞ് കിട്ടിയില്ല എങ്കിലോ, വിജയിച്ചില്ല എങ്കിൽ KPCC പ്രസിഡന്റിനെ മാറ്റണം, പ്രതിപക്ഷ നേതാവിനെ മാറ്റണം. പാർട്ടി വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് രണ്ടാണെങ്കിലും മുന്നോട്ട്. അതാണ് പാർട്ടിയിൽ ഏറെക്കാലം, 1/4 നൂറ്റാണ്ട് കാലം അല്ലെ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു പാർട്ടി പ്രവർത്തകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള പ്രതികരണങ്ങളും നമ്മൾ കണ്ടു.